ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് മോണില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആ മോണ ഇൻഷാ അല്ലാഹ് അത് ഞാൻ കേൾപ്പിച്ചു തരാം. മോണ ആർക്കാ ഇല്ലാത്തതെന്ന് നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. ഇനി സഹോദര, മറുപടി കിട്ടാത്തത് കൊണ്ട് ചേറ്റുകെട്ടിയിൽ വന്നിട്ട് മൗലവി ചെയ്ത പണി എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിസ്സാരപ്പെടുത്തിയിട്ട് എന്നെ പരിഹസിക്കുകയാണ്. വിഷയം മാറ്റാണ്. മറുപടി ഇല്ലാത്തതുകൊണ്ട് മൗലവി വിഷയം മാറ്റുക ചെയ്തത്. അതെങ്ങനെയെന്നറിയോ? അതും ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞുതരാം. ഒരു പ്രസംഗത്തിൽ മൗലവി എന്ത് ചെയ്തു? ജോർജ് ബുഷിന്റെ കൂടെ ഉസ്താദിനെ കൂട്ടിപ്പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഏതായിരുന്നാലും ജോർജ് ബുഷ്, കോഫി അന്നാൻ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ അത് കാന്തപുരം തന്നെയാണ് ഉള്ളത്. ഇത് നിങ്ങളെ കൊണ്ടും പറയിച്ചല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞു. അതായത് ലോകരാഷ്ട്രത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കളാണ് ജോർജ് ബുഷും കോഫി അന്നാനൊക്കെ. ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. ഈ നിലക്കാണ് ഞാനത് സംസാരിച്ച് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇപ്പൊ നിങ്ങൾ തക്ബീർ ചൊല്ലിയതുപോലെ അന്നും വിവരവും ബുദ്ധിയുള്ള സദസ്യർ തക്ബീർ ചൊല്ലി. എന്നാൽ അത് മുമ്പേ ഉണ്ടങ്ങനെ. നുമ്രൂദ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആര്യ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. നുമ്രൂദ് അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടി പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. ഫിർഔൻ അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടി പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമിനെ. അങ്ങനെ മുമ്പേ ഉള്ളതാണത്. എന്നാൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, ജോർജ് ബുഷിനോടും കോഫി അന്നാനോടും കൂട്ടിപ്പറയാൻ നിങ്ങളെ നാവും ഒരു അള്ള കൊണ്ടുവന്നത് കാന്തപുരത്തേതാണ്. അതിന് മൂപ്പരത് അട്ടിമറിച്ച് നടത്തിയിട്ട് പറയാണ്, കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ജോർജ് ബുഷാണെന്ന് ആ പേരോട് പറഞ്ഞത്. ഇങ്ങനെ ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാൻ ഒരു പണ്ഡിതനുള്ളത് കാന്തപുരം എന്നാണ് ഞാൻ പറഞ്ഞത്. മൂപ്പരത് ഇവിടുന്ന് എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മുന്നിലിരിക്കുന്ന മുജാഹിദീങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കിയിട്ട് അയാൾ ഉടനെ പറയാണ്, എന്ത് പേരോട് പറഞ്ഞത് കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരേ ഒരു പണ്ഡിതൻ ജോർജ് ബുഷാണ്. നേരെ തല തിരിച്ച് അതൊന്ന് കേട്ടോളി നിങ്ങൾ. അയാൾ ആ പരിഹാസവും ആ പറഞ്ഞതൊക്കെ ഒന്ന് ശരിക്കും കേട്ടോ. ആദ്യം അയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോളൂ. അപ്പൊ സഹോദരന്മാരെ, ഈ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? പൂച്ചക്ക് ജോർജ് ബുഷ് പ്രയോഗം മൂപ്പർക്ക് വലിയ താല്പര്യം. ഏത് കാലത്തും എപ്പോഴും ഉദാഹരണത്തിന് ഉപമുഖമൊക്കെ മൂപ്പർക്ക് ഏതിനെ കിട്ടുക? ജോർജ് ബുഷിനെ കിട്ടുക. അതെന്താ കാരണം എന്ന് മൂപ്പരെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ജോർജ് ബുഷിനെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്താ ജോർജ് ബുഷിനെ പറ്റി മുമ്പ് പറഞ്ഞത്? ശ്രദ്ധിച്ചോളൂ. പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തക്ബീർ വിളിച്ചു കേട്ടോ. ജനങ്ങൾ തക്ബീർ വിളിച്ചു. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ജനങ്ങൾ ഹുസൈൻ സലഫിനെ പോലല്ല, അവർക്ക് അഖലും ഉണ്ട്, സമഉം ഉണ്ട്, ബസറും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അഖലും സമഉം ബസറും ഉള്ള ജനങ്ങളാ തക്ബീർ വിളിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണ്? ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന പണ്ഡിതൻ കാന്തപുരം എന്നാ. അയാൾ എന്ത് ചെയ്തു? അത് അട്ടിമറിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ജോർജ് ബുഷ് ഇതാക്കി. ഇയാളെ തട്ടിപ്പ് നോക്ക് നിങ്ങൾ. അതൊന്ന് ശരിക്ക് രണ്ടും ആവർത്തിച്ച് വെച്ചിട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഒന്ന് വെച്ചുകൊടുത്താവനെ അട്ടിമറി. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തക്ബീർ വിളിച്ചു. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. എങ്ങനെയുണ്ട്? കളവ് പറയൽ മത്സരത്തിൽ ഇയാൾക്കല്ലായിരുന്നോ റക്സോണ സോപ്പ് കൊടുക്കേണ്ടത്? ഇനി സഹോദരന്മാരെ, ഇതാണ് മൗലവിമാരെ പരിപാടി. ഒക്കെ അട്ടിമറിക്കുകയാണ്. ആയത്ത് അട്ടിമറിക്കുകയാണ്, ഹദീസ് അട്ടിമറിക്കുകയാണ്, കിതാബിന്റെ ഇബാറത്ത് അട്ടിമറിക്കുകയാണ്, നമ്മൾ പറഞ്ഞ വാചകം മുന്നിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്തിട്ട് അട്ടിമറിക്കുകയാണ്. അത് അട്ടിമറിച്ചിട്ട് ഇത് പറയുമ്പോ ഇത് ഇയാൾ പറയുമ്പോ എന്താ ചെയ്ത്? മുജാഹിദീങ്ങൾ, പാവം മുജാഹിദീങ്ങൾ, അള്ളാഹു അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ, എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കുകയാണ്. മുജാഹിദ് ചിരിക്കുകയാണ്. ആ ചിരിക്കുന്ന ചിരി എന്താ ചിരി എന്നറിയോ? കാരണം ഈ മൗലവി അട്ടിമറിക്കുന്ന ഇവരറിയുന്നില്ല. തെരിപ്പിച്ചിട്ടല്ലേ പരിപാടി, നല്ല പാട്ടും പാടി തെരിപ്പിച്ചിട്ടല്ലേ പരിപാടി. അപ്പൊ ഈ മുജാഹിദിലേക്ക് മനസ്സിലാവില്ല ഞങ്ങളെ തെരിപ്പിച്ചതാണ്. അങ്ങനെ മുജാഹിദികൾ കൂട്ട ചിരി.
എന്ത് ബകയിൽ. അപ്പൊ മുജാഹിദിന്റെ മൗലവിമാര് സ്റ്റേജിൽ വന്ന് അവർ ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ട്, നമ്മൾ ഇവരെ പറ്റിച്ചല്ലോ, നമ്മുടെ അനുയായികളെ പറ്റിച്ചല്ലോ എന്നൊക്കെ മൗലവിമാര് ചിരി തന്നെ, നല്ല ഒന്നാം നമ്പർ ചിരി തന്നെ. എന്നാൽ അങ്ങനെ ചിരിക്കുന്നവരെ പറ്റി സക്കരിയ സലാഹി പറയുന്ന നിങ്ങളൊന്ന് കേട്ടോളി. കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ. ഒന്നുകൂടി വെച്ചോട്ടവനെ. കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ. ഇനി ഈ കക്ഷികളെ സംബന്ധിച്ച് നമ്മളെ മൗലവി എന്ന് പറയുന്ന ഒന്ന് കേട്ടോളി. ഹുസൈൻ സലഫി തന്നെ ഇയാളെ അട്ടിമറി കേട്ടിട്ട് ചിരിക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ച് പറയേണ്ട വാചകം പറയുന്ന നിങ്ങളൊന്നും കേട്ടോളി. ഉളുപ്പുണ്ടോ? കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഒരു ഇളി, ആ ഇളിയാ മൂപ്പര് വിളിച്ച്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഒരു ഇളി, ആ ഇളിയാ മൂപ്പര് വിളിച്ച്. അപ്പോ ഹുസൈൻ സലഫിയും സക്കരിയ സലാഹിയും തമ്മിലുള്ള ഖിലാഫ് എന്താണ്? കാട്ടാളന്മാരാണോ കഴുതിയാണോ അത് നിങ്ങൾ തീരുമാനിച്ചോളി, അത് നമ്മൾ അതിലിടപെടുന്നില്ല. എന്നാൽ ഈ മൗലവി പറയുന്നത്, ഇയാള് മുജാഹിദീങ്ങളോട് പറയുന്ന ഒരു പ്രസംഗത്തിന് അട്ടിമറിങ്ങൾ പിടിച്ചു കൂടിക്കോളി. അത് മൂപ്പർക്ക് ഇങ്ങനെ അട്ടിമറിയാണ് പരിപാടി. ഇവർ പറഞ്ഞ അട്ടിമറി പിടിച്ചു കൂടിക്കോ നിങ്ങൾ, അതൊന്ന് കേട്ടോ നിങ്ങൾ. അട്ടിമറി ശ്രദ്ധിച്ചോ നിങ്ങൾ, അട്ടിമറി ശരിക്ക് പിടിച്ചു കൂടിക്കോ നിങ്ങൾ, അട്ടിമറി ശ്രദ്ധിച്ചോ നിങ്ങൾ, അട്ടിമറി ശരിക്ക് പിടിച്ചു കൂടിക്കോ നിങ്ങൾ. അട്ടിമറി പിടിച്ചു കൂടിക്കോളി മുജാഹിദീങ്ങളെ അയാൾ ഉപദേശിക്കാൻ. ഇതിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ എന്നെതിരെ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗത്തിൽ ഈ CD ഇട്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു. മറുപടി പറഞ്ഞോ നിങ്ങൾ അതിനെ സംബന്ധിച്ച്? മറുപടി പറയാത്ത ഓരോന്നോരോന്ന് എങ്ങനെ പറയാൻ പോവാണ്. എനിക്ക് കേൾക്കണോ സഹോദരന്മാരെ, ഇദ്ദേഹത്തിന്റെ അട്ടിമറി മുമ്പ് ഞാൻ പിടികൂടിയിട്ട് കാണിച്ച 100 അട്ടിമറിയുണ്ട്. അതിൽ 1-2 ഞാൻ സാമ്പിളിന് കാണിക്കാണ്. ഇതുപോലത്തെ അട്ടിമറി മുമ്പ് നടത്തിയത് ഞാനത് പിടികൂടിയിട്ട് ജനത്തിന് കാണിച്ചു കൊടുത്തോ പിന്നെ കാമാന്ന് മിണ്ടിയിട്ടില്ല മൗലവി. ഇപ്പോ മിണ്ടിയില്ല, പിന്നെ ഒരിക്കലും മിണ്ടിയിട്ടില്ല. അങ്ങനത്തെ വേറൊന്നും എനിക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളെ ഹുസൈൻ സലഫി പറഞ്ഞ് ഇവിടെ വരുന്നാക്ക് പൂർണ്ണ ലൂസാണ്. അതല്ല അങ്ങനെ പറയിക്കുകയാണ്. കാരണം വരുന്നാൾ അയാളാ, ഞാനിവിടെ ഉള്ള ആളാ. അപ്പോ അങ്ങനെയുണ്ട് ചില കറാമത്തൊക്കെ സുന്നത്തിന്റെ കാര്യത്തിലുണ്ടാവുമല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞ് നമ്മളെ സെലഫി പോയിട്ട് അവസാനം ചേറ് പോയിട്ട് വീണ് ചേറ്റ് കെട്ടിയിലായിരുന്നു. ആ പ്രദേശത്തിന്റെ പേരല്ലത്, അതൊരു പ്രത്യേക സ്ഥലത്തിന്റെ പേരാ. കള്ള് ഷാപ്പും സിനിമാ ടാക്കീസും നിൽക്കുന്ന സെലഫീനെ ബഹുമാനിച്ച സ്ഥലത്തിന്റെ പേരാണ് ചേറ്റിട്ടി. അല്ലാതെ ഒരു നാട്ടിന്റെ പേരല്ലത്. അതൊക്കെ നാദാപുരം ചാലപ്പുറത്ത് പെട്ട സ്ഥലങ്ങളാണ്. അത് നാട്ടിന്റെ പേരല്ല. നാട്ടുകാരനെ എനിക്കറിയാം, അത് നാട്ടിന്റെ പേരല്ല. ഞങ്ങളെ നാട്ടില്, ഞാൻ നാദാപുരത്തുകാരനാണ്, ഞങ്ങളെ നാട്ടില് ചേറ് പോയി തങ്ങുന്ന ഒരു സ്ഥലം, അതാണ് കള്ള് ഷാപ്പും സിനിമാ ടാക്കീസും ഉണ്ടായ ഞങ്ങൾ ഹുസൈൻ സലഫീനെ ബഹുമാനിച്ച സ്ഥലം. ആ സ്ഥലത്തിനെ പറ്റി ഇന്നലെ ഞാൻ പ്രസംഗിച്ചു. അപ്പൊ അൽഹംദുലില്ലാഹ് ഇന്നത്തെ മാധ്യമത്തിൽ അത് ഭയങ്കര റിപ്പോർട്ട്, ചേറ്റ് കെട്ടിയിൽ ചവറ് തുറയുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ശരിയാണ്. അപ്പോ ഇന്നത്തെ മാധ്യമത്തിൽ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കി. അപ്പൊ മാലിന്യങ്ങൾ ചേറ് നല്ലുള്ളത് മാലിന്യങ്ങൾ നിറയുന്നു എന്നല്ല ഇരിക്കട്ടെ. അപ്പൊ ചേറ്റ് കെട്ടിയിൽ മാലിന്യങ്ങൾ നിറയുന്നു ഇന്നത്തെ മാധ്യമത്തിൽ റിപ്പോർട്ട്. അങ്ങനെ ചില കറാമത്തിന്റെ ഈ സുന്നത്ത് ജമാഅത്ത്. അപ്പോ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ മൗലവി എന്ത് ചെയ്തു പറയും? മൗലവി പറയുമ്പം പറഞ്ഞത് ഇവിടെ വരുന്നാക്ക് പൂർണ്ണ ലൂസാടുകളാണ്, ഇവിടെ ഉള്ളാക്ക് പൂർണ്ണ ലൂസാണ് എന്നല്ല പറഞ്ഞു. അത് വളരെ റെഡിയാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു? പിറ്റത്തെ പ്രസംഗത്തിൽ പറഞ്ഞു ആർക്കാ ലൂസ് നമ്മൾ നോക്കാറ്. അങ്ങനെ ഈ മുമ്പ് ഒരു കത്തയച്ചിരുന്നു കുറ്റ്യാടിയിലേക്ക്, ഈ മുജാഹിദിന്റെ ഒരു പത്രത്തിന്റെ ഓഫീസ്. ആ ഓഫീസിൽ നിന്ന് അയച്ച കത്തിന് അബ്ദു എന്നൊരു ചെറുപ്പക്കാരൻ മറുപടി എഴുതിയിരുന്നു. ആ മറുപടി എഴുതിയ ആള് പറഞ്ഞു നിങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കണോ. അപ്പൊ അവരിങ്ങോട്ട് എഴുതി പ്രസിദ്ധീകരിക്കണമെങ്കിൽ നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ. അത് അഡ്രസ്സിലാ എഴുതിയത് കേട്ടോ. എങ്ങനെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ നിങ്ങൾ അഡ്രസ് അയച്ചു തരണോന്ന് അങ്ങനെ ഇങ്ങോട്ട് അഡ്രസ് കത്തെഴുതി ആര് മുജാഹിദീങ്ങളും. മനസ്സിലായില്ലേ? അത് ഞാൻ ഇവിടുന്ന് എടുത്ത് കാണിച്ചിരുന്നു. അപ്പൊ അതിന് മറുപടി വരെയാണ് മൗലവി. മറുപടിയിൽ മൗലവി എന്ത് ചെയ്യുന്നു പറയും? മൗലവി പറഞ്ഞു ആ കത്തിലുള്ളത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണമെന്നുള്ളത്. ഞാൻ അങ്ങനെയാ എൻ്റെ നാവുകൊണ്ട് പറഞ്ഞത്. പക്ഷെ മൗലവി എന്ത് ചെയ്യുന്നു അറിയോ? ആ എൻ്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മുജാഹിദീങ്ങൾ പറഞ്ഞ് കണ്ടോ ഇയാൾ പച്ച കള്ളം പറയുന്നത്, എന്നെ പറ്റി പറയാം.
കണ്ടോ ഇയാൾ പച്ചക്കള്ളം പറയുന്നത്, കത്തയക്കണമെങ്കിൽ അഡ്രസ് അയക്കണോന്ന് പറഞ്ഞോന്ന്, അങ്ങനെ കത്തിലുണ്ടോന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിനോ? ഞാൻ പറഞ്ഞത് എന്താണ്? കത്തിലുള്ളത് എന്താണ്? പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണോന്ന്. അതൊക്കെ കേൾപ്പിച്ചിട്ട് അതേ മുജാഹിദീങ്ങളോട് ഇയാൾ പറയുന്നത്, കണ്ടോ പേരോട് പച്ചക്കള്ളം പറയുന്നത്, കത്ത് മറുപടി അയക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണമെന്ന് എഴുതിയെന്ന്, അങ്ങനെ അതിലുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. നിങ്ങളൊന്ന് ഇപ്പൊ കേട്ടോളി, ഞാൻ മുമ്പെടുത്ത് കാണിച്ചതാണ്. ഇയാൾ അട്ടിമറി ശരിക്കും മുജാഹിദീങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ഒന്ന് വെച്ചു കൊടുത്താൽ മോനെ. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടോ പച്ച കള്ളം പറഞ്ഞുകൊണ്ടോ? ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന്, അങ്ങനെ ആ കത്തിലുണ്ടോ? അങ്ങോട്ട് കത്തയക്കണം എന്നുണ്ടെങ്കിൽ അഡ്രസ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കത്തെഴുതി. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന്, അങ്ങനെ ആ കത്തിലുണ്ടോ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന്, അങ്ങനെ ആ കത്തിലുണ്ടോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? കണ്ടോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണമെന്നാ ഞാൻ വായിക്കുന്നതും പറയുന്നതും. അയാൾ പറയുന്നത് ഇങ്ങോട്ട് കത്തയക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കള്ളത്തിലുണ്ടോ? കള്ളത്തരല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, കാര്യക്കാ കള്ളത്തരം? ആരെടുത്താ കള്ളത്തരം? മഹാന്മാരോട് സഹായം